നമസ്കാരം. രണ്ടാഴ്ചത്തേക്കുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ അംഗീകരിച്ചത് യുഎസിനും ഇസ്രായേലിനും മുന്നിൽ 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട്. ഇവ അംഗീകരിച്ചിട്ടുള്ള വെടിനിർത്തലിനാണ് ഇറാൻ തയ്യാറായത്. ഇറാൻ മുന്നോട്ട് വെച്ച 10 ഉപാധികളിൽ തുടർ ചർച്ചയുണ്ടാകുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിലും എന്താണ് ഈ 10 ഉപാധികൾ എന്നതുകൂടി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ വെള്ളിയാഴ്ച ഈ വിഷയങ്ങൾ കൂടുതൽ ചർച്ചയിൽ വയ്ക്കും. പ്രാഥമികമായി യുഎസ് ഇത് അംഗീകരിച്ചത് വിജയമെന്ന് ഇറാൻ സുപ്രീം കോടതി കൗൺസിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു. വെടിനിർത്തലിന് പിന്നാലെ ഇറാനിൽ നിന്നും ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ അതിന്റെ വിഷ്വൽസുകളെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല ഫുട്ടേജുകൾ പുറത്തു വരുന്നുണ്ട്. ടെഹ്റാനിൽ ഇറാൻ പതാക ഏന്തി ജനങ്ങൾ തെരുവിൽ ഇറങ്ങുകയും ചെയ്തു. എന്നാൽ ഇസ്രായേലിലും അമേരിക്കയിലും വളരെ ശോകം അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാനെ തകർത്ത് കളയാമെന്നുള്ള വിശ്വാസമാണ് അവിടെയുള്ള ജനങ്ങൾക്ക് ഇവർ കൊടുത്തിരുന്നത്. അത് വളരെ വ്യാജമായ ഒരു കാര്യമാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആഘോഷങ്ങളൊന്നും വലുതായില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇത് അമേരിക്ക മുട്ടുകുത്തിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തോൽവി സംബന്ധിച്ചതുപോലെയുള്ളൊരു സന്തോഷം ഇറാനിൽ എവിടെയും പടർന്നു പിടിക്കുന്നുണ്ട് എന്ന് പറയാം. ഇറാൻ അവിടെയുള്ള ജനങ്ങളോടൊക്കെ തന്നെയും ഇപ്പോൾ നന്നായി സേഫായി ഇരിക്കാൻ തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങളെപ്പോലെ തന്നെ അവർ ഇസ്രായേലിനെയും അതുപോലെ അമേരിക്കയും തകർക്കാൻ നോക്കിയപ്പോൾ അപകടത്തിലായ ജനങ്ങളെയും ഭീതിയിലാക്കിയ ജനങ്ങളോടും അവർ ഇതിനു മുമ്പ് തന്നെ മാപ്പ് പറഞ്ഞിട്ടുമുണ്ട്. ഇറാനെ സമ്പൂർണ്ണമായി തകർക്കുമെന്ന് പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയ സമയപരിധി അവസാനിക്കവെയാണ് ഇറാനുമായി വെടിനിർത്തൽ സാധ്യമായത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഫീൽഡ് മാർഷൽ അസിം മുനീർ എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ തീരുമാനമെടുത്തതെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്ക് താൽക്കാലികമായി തുറക്കാൻ ഇറാൻ സമ്മതിച്ചതായി പാകിസ്ഥാനും അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിന് മേൽ സാമ്പത്തികമായ നിയന്ത്രണം ഉണ്ടാകും. ഇറാന്റെ മുഴുവൻ സഖ്യകക്ഷികൾക്കും നേരെയുള്ള ആക്രമണം നിർത്തണം എന്നതാണ് അവരുടെ ആവശ്യം. ഗൾഫിലെ മുഴുവൻ മേഖലയിൽ നിന്നും യുഎസ് സാന്നിധ്യം പിൻവലിക്കണമെന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഇതിന് ഇപ്പോൾ തന്നെ അവർ അടിമതായി പോലെ തന്നെ അവർക്ക് അപകടം ഉണ്ടായതുപോലെ തന്നെ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഗൾഫിൽ നിന്നും ഈ യുഎസിന്റെ സാന്നിധ്യം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇറാൻ സമ്പൂർണ്ണമായ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനെതിരായ ഉപരോധങ്ങൾ ഇല്ലാതാക്കണമെന്നും വിദേശത്ത് മരവിപ്പിച്ച് ഇറാന്റെ സ്വത്തുക്കൾ വിട്ടു നൽകണമെന്നും യുഎൻ സുരക്ഷാ സമിതി വഴി ഇതെല്ലാം നിയമപരമായി കരാറാക്കണമെന്നുള്ളത് കാര്യവും ഇറാൻ മുന്നോട്ട് വെച്ചതിലെ പ്രധാന ഉപാധികളാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയുണ്ട്. അതുപോലെ തന്നെ 2 ആഴ്ചത്തെ വെടിനിർത്തലിനാണ് ഇപ്പോൾ തൽക്കാലം ഇറാൻ സമ്മതിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനു നേരെയുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അറിയിച്ചതിനാൽ തന്നെ പിന്നാലെ വെടിനിർത്തൽ അംഗീകരിക്കുന്നതായി ഇറാൻ വ്യക്തമാക്കിയതും ഇതേ കാര്യങ്ങളാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ മധ്യസ്ഥതയിലാണ് ഈ നിർണായക നീക്കം നടന്നത്. കരാറിലെത്താനുള്ള സമയം നീട്ടി നിൽക്കുമെന്ന് അദ്ദേഹം ട്രംപിനോട് അഭ്യർത്ഥിച്ചു. ഇതേ തുടർന്ന് വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കും. ഏപ്രിൽ 10 നടക്കുന്ന ചർച്ചകളിൽ ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയായിരിക്കും പ്രധാനമായും പരിഗണിക്കുക. ഈ വെടിനിർത്തൽ ലബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിലും ബാധകമാകും. എന്നാൽ വെടിനിർത്തൽ എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഉടൻ വെടിനിർത്തലിന് ധാരണയെന്ന് പാക് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഇറാൻ മുന്നോട്ട് വെച്ച 10 ഉപാധികൾ തുടർച്ചയുണ്ടാകുമെന്ന യുദ്ധലക്ഷ്യങ്ങൾ നേടുമെന്നും ട്രംപ് പിന്നാലെ പറയുകയുണ്ടായി. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ട്രംപ് ട്രൂത്ത് സോഷ്യലിസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തു. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ പോലും വലിയ ഇടിവുണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്.